ഇനി എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നേതാക്കൾക്കും ഒരേ ഒരു ലക്ഷ്യമേയുള്ളൂ. അത് വരുന്ന തിരഞ്ഞെടുപ്പാണ്. തിരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യണം, തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റ് കിട്ടണം, അങ്ങനെ എത്രയെത്ര കാര്യങ്ങളാണ്. അതൊക്കെ ആലോചിച്ചപ്പോഴാണ് പെട്ടെന്ന് ഒരു കാര്യം ഓർമ്മ വന്നത്. സുരേഷ് ഗോപിയുടെയും തൃശൂർ മേയർ MK വർഗീസിൻ്റെയും കാര്യമാണ്. ഇക്കഴിഞ്ഞ ദിവസവും രണ്ടുപേരും ഭായ് ഭായ് മട്ടിൽ സംസാരിച്ചിരുന്നല്ലോ. ആ ഒരു നയതന്ത്രം തന്നെയാണ് വിഷയം. കേന്ദ്ര മന്ത്രിയായ സുരേഷ് ഗോപിയിൽ താനടക്കമുള്ള തൃശ്ശൂരുകാർക്ക് വലിയ പ്രതീക്ഷയുണ്ട് എന്നാണ് മൂപ്പർ പറഞ്ഞത്. തൃശ്ശൂരിനെക്കുറിച്ച് സുരേഷ് ജിയുടെ മനസ്സിൽ വമ്പൻ പദ്ധതികൾ ഉണ്ടെന്നും പഞ്ചായത്തും കോർപ്പറേഷനും ചെയ്യേണ്ട തെരുവ് ലൈറ്റുകൾ സ്ഥാപിക്കുക, അങ്കണവാടികൾ നിർമ്മിക്കുക തുടങ്ങിയ പണികളാണ് MP മാരൊക്കെ ചെയ്യുന്നത്. എന്നാൽ അതുക്കും അപ്പുറമുള്ള പ്രതീക്ഷകൾ സുരേഷ് ഗോപിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഏറെ പ്രതീക്ഷയോടെയാണ് തങ്ങൾ വിജയിപ്പിച്ചു വിട്ടതെന്നും മേയർ MK വർഗീസ് തുറന്നടിച്ചങ്ങ് പറഞ്ഞു. ഇത് കേട്ടതോടെ CPM-ന്റെ അണികൾക്ക് ഒരുമാതിരി ഷോക്കടിച്ച പോലെയായിപ്പോയി. അതൊക്കെ പോട്ടെ, ഇതൊക്കെ പറയുന്നതിനിടയിൽ ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. നിങ്ങൾ സബ്സ്ക്രൈബ് ബട്ടണും ലൈക്ക് ബട്ടണും ഷെയർ ബട്ടണും ഒന്ന് അമർത്തിയേക്കണേ. ഇനി കാര്യത്തിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ മേയർ ഇടതുപക്ഷ മേയറായിട്ട് കൂടി ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത് BJP-ക്കാണെന്ന് മനസ്സിലായി. ഒന്ന് ഓർക്കണമായിരുന്നു, സ്വതന്ത്രനായി മത്സരിച്ച മേയർ സ്ഥാനത്തേക്ക് വന്ന വ്യക്തിയാണ് MK വർഗീസ്. LDF പിന്തുണ കൂടി ലഭിച്ചത് കൊണ്ടാണിത്. എന്നിട്ടാണ് ഇത്ര ചങ്കുറപ്പോടെ മേയർ സുരേഷ് ഗോപിയെ പുകഴ്ത്തി പറഞ്ഞത്. ഇതിപ്പോൾ ആദ്യമായല്ല പുകഴ്ത്തൽ നടക്കുന്നത്. അതുകൊണ്ട് ഇതിനെ നിസ്സാരമായി കാണാനും സാധിക്കില്ല. മറിച്ച് സുരേഷ് ഗോപി മേയറുടെ നല്ല മനസ്സിനെ വാഴ്ത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ പരസ്പരം പുകഴ്ത്തലുകൾക്ക് ശേഷം സുരേഷ് ഗോപി മറ്റൊരിടത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങൾ എനിക്ക് പാലക്കാട് തന്നോളൂ, കേരളം ഞങ്ങളിങ്ങ് എടുക്കുമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. പാലക്കാട്, ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലെയും വയനാട് ലോക്സഭാ മണ്ഡലത്തിലെയും ഉപതിരഞ്ഞെടുപ്പുകളിൽ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെയാകണം BJP നിർത്തേണ്ടതെന്നും പറഞ്ഞു. പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായി ആരു നിന്നാലും ജയിക്കുമെന്ന ഇതേ വേദിയിൽ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതിനോട് പ്രതികരിക്കുമ്പോഴായിരുന്നു ഇക്കാര്യം പറഞ്ഞത്. തൃശ്ശൂരിലെ ജനതയോട് എത്ര പറഞ്ഞാലും തീർത്താൽ തീരാത്ത അത്ര നന്ദിയും കടപ്പാടുമൊക്കെയുണ്ട്. തൃശ്ശൂർ എനിക്ക് അങ്ങ് വലിയ ഇഷ്ടമാണ്, തൃശ്ശൂർ എനിക്ക് വേണം. എന്നിട്ടേ ഞാൻ പറഞ്ഞുള്ളൂ തൃശ്ശൂർ ഞാൻ ഇങ്ങനെ എടുക്കുക എന്ന്. പക്ഷേ പാലക്കാട് എനിക്കത് മാറ്റി പറയേണ്ടി വരും എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു. അതായത് പാലക്കാട്, തൃശ്ശൂർ മണ്ഡലങ്ങളിൽ എന്തുകൊണ്ട് MK വർഗീസിനൊരു സ്ഥാനം നൽകിക്കൂടാ? അത് ചിന്തിക്കാവുന്ന കാര്യമാണ്. സ്വതന്ത്രനായി മത്സരിച്ച് വന്നയാളാണ് MK വർഗീസ്. ഒരിക്കൽ സുരേഷ് ഗോപിയെ പ്രശംസിച്ചതിന് CPM-കാർ വിളിച്ച് ശാസിച്ചു വിട്ടതാണ് മൂപ്പരെ. പക്ഷെ നിർത്തിയില്ല. സുരേഷ് ഗോപിയുടെ പരിപാടികളിൽ CPM പ്രതിനിധികൾ പങ്കെടുക്കുന്നതിനും വിലക്കൊക്കെയുണ്ട്. ആ സമയത്താണ് അതിനെയെല്ലാം വെല്ലുവിളിച്ച് CPM മേയർ രംഗത്ത് വരുന്നത്. അതിനെ നിസ്സാരവൽക്കരിക്കാൻ പറ്റുമോ? അത് സാധിക്കില്ല. നിയമസഭാ തിരഞ്ഞെടുപ്പ് മാത്രമല്ല, ഉപതിരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ നിൽക്കുകയാണല്ലോ. അതിനു മുൻപ് മേയർ കൂറുമാറിയാൽ, തദ്ദേശ തിരഞ്ഞെടുപ്പും മുന്നിൽ നിൽക്കുന്നു, അതിനൊക്കെ മുമ്പ് മേയർ കൂറുമാറിയാൽ എല്ലാ കാര്യവും തദൈവ. പിന്നീട് തൃശ്ശൂർ മാത്രമല്ല, പലയിടങ്ങളിലും എന്തും സംഭവിക്കും. അങ്ങനെ ഒരു നീക്കം MK വർഗീസ് നടത്തിയാൽ അദ്ദേഹത്തിന് മത്സര രംഗത്തിറക്കാനുള്ള സാധ്യത തള്ളിക്കളയാനൊന്നും സാധിക്കില്ല. BJP എല്ലായ്പ്പോഴും പാർട്ടിയിലേക്ക് എത്തുന്നവർക്ക് കൃത്യമായ സ്ഥാനമാനങ്ങളൊക്കെ നൽകാറുണ്ട് എന്നതും ഓർക്കണം. അങ്ങനെ ഒരു സാധ്യത വന്നാൽ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് സുരേഷ് ഗോപി കളം നിറയും. എന്തിന്, അങ്ങ് കേന്ദ്രത്തിൽ നിന്ന് വരെ പ്രചാരണത്തിന് സുരേഷ് ഗോപി പറഞ്ഞാൽ ആളെത്തുമെന്ന് ഉറപ്പല്ലേ? വിജയം സുനിശ്ചിതമായിരിക്കുകയും ചെയ്യും. പാലക്കാട് ശോഭാ സുരേന്ദ്രനെ നിർത്തുമെന്ന ഖ്യാതിയുമൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെ വന്നാലും തൃശ്ശൂരിൽ നിന്നൊരു സ്ഥാനാർത്ഥിത്വം നിയമസഭയിൽ ലഭിച്ചേക്കാം. വിജയിക്കില്ല എന്ന് കരുതിയ സ്ഥലത്താണ് സുരേഷ് ഗോപി ഇന്നും ജയം നേടിയത്. മാത്രമല്ല, രാഷ്ട്രീയത്തിൽ ഒന്നും ശാശ്വതവുമല്ല എന്നതും ഓർക്കണം. കൂടാതെ CPM-ൽ നിന്ന് BJP-യിലേക്ക് ആളുകൾ ഒഴുകുന്ന ഒരു സമയം കൂടിയാണിത്. തിരുവനന്തപുരത്ത് കരമന ഹരി ഉൾപ്പെടെയുള്ളവർ, ആലപ്പുഴയിൽ G സുധാകരൻ ഒക്കെ BJP-യിലേക്ക് പോകുമെന്ന ശ്രുതി കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. അവർ അതൊക്കെ നിഷേധിക്കുന്നുണ്ട് എങ്കിൽ കൂടി അതാണ് രാഷ്ട്രീയത്തിൽ ഒന്നും ശാശ്വതമല്ല എന്ന് പറഞ്ഞത്. താൻ സുരേഷ് ഗോപിയെ വർണ്ണിച്ചതിൽ മറ്റൊന്നും കാണേണ്ടെന്നാണ് MK വർഗീസും പറയുന്നത്. പക്ഷേ രാഷ്ട്രീയ സാധ്യതകൾ ഇങ്ങനെയുമൊക്കെ ഉണ്ട്.